Hi, I'm Shamir. Welcome back. Learn English through story. Listening story is a good way to learn English. This is not a wrong way to learn English. Please watch the video till the end. Definitely this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ കിങ് ആൻഡ് ദ അറ്റൻഡൻറ്റ്. ഇറ്റ് വാസ് ദ കിങ്സ് ബർത്ത്ഡേ. അത് രാജാവിൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു. ദ ഹോൾ കിങ്ഡം സെലിബ്രേറ്റഡ്. രാജ്യം മുഴുവൻ ആഘോഷം കൊണ്ടാടുകയായിരുന്നു. ദ പാലസ് വാസ് ഫുൾ ഓഫ് ലൈറ്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് പീപ്പിൾ വെർ ബസിലിംഗ് അറൗണ്ട്. രാജകൊട്ടാരൻ മുഴുവൻ ലൈറ്റുകൾ കൊണ്ടും പൂക്കൾ കൊണ്ടും നിറഞ്ഞിരുന്നു. ആൻഡ് പീപ്പിൾ വെർ ബസിലിംഗ് അറൗണ്ട്. ബസിൽ എന്നാൽ തിരക്കു കൂട്ടുക, ഉത്സാഹം കാട്ടുക, ഇതൊക്കെയാണ് അർത്ഥം. കോലാഹലമുണ്ടാക്കുക. ആളുകൾ ചുറ്റുപാടും തിരക്കുകൂട്ടി ഓടുകയായിരുന്നു. ദ കിങ് റിസീവ്ഡ് കോസ്റ്റ്ലി ഗിഫ്റ്റ്സ് ഫ്രം മെർച്ചൻസ് ആൻഡ് ലാൻഡ് ഓണേഴ്സ് ആൻഡ് ഫ്രം അതർ കിങ്സ് ടു. ദ കിങ് റിസീവ്ഡ്, രാജാവിന് ലഭിച്ചു. കോസ്റ്റ്ലി ഗിഫ്റ്റ്സ്. കോസ്റ്റ്ലി എന്നാൽ വില കൂടിയ, അമൂല്യമായ, ഇതൊക്കെയാണ് അർത്ഥം. ഗിഫ്റ്റ്സ് എന്നാൽ സമ്മാനങ്ങൾ. മെർച്ചൻസ് എന്നാൽ കച്ചവടക്കാർ. ലാൻഡ് ഓണേഴ്സ് എന്നാൽ ഭൂവുടമകൾ. മറ്റുള്ള രാജാക്കന്മാരുടെ അടുത്തുനിന്നും ഭൂവുടമസ്ഥരുടെ അടുത്തുനിന്നും കച്ചവടക്കാരുടെ അടുത്തുനിന്നും രാജാവിന് ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിച്ചു. ദ അറ്റൻഡൻസ് ഹാഡ് ബീൻ ഓർഡേർഡ് ടു ടേക്ക് വെരി ഗുഡ് കെയർ ഓഫ് ഓൾ ദ ഗിഫ്റ്റ്സ്. അറ്റൻഡൻസ് എന്നാൽ പരിചാരകർ. ദ അറ്റൻഡൻസ് ഹാഡ് ബീൻ ഓർഡേർഡ്. ഓർഡർ എന്നാൽ എന്താണ്? ആജ്ഞാപിക്കുക എന്നാണ് അർത്ഥം. പരിചാരകരോട് ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു. ടു ടേക്ക് വെരി ഗുഡ് കെയർ ഓഫ് ഓൾ ദ ഗിഫ്റ്റ്സ്. ടേക്ക് കെയർ എന്നാൽ സൂക്ഷിക്കുക, വളരെ നന്നായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിചാരകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? രാജാവിന് കിട്ടുന്ന ആ ഗിഫ്റ്റ്സുകൾ, സമ്മാനങ്ങൾ വളരെ നന്നായിട്ട് പരിപാലിക്കാൻ പരിചാരകരോട് ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻഷുർ ദാറ്റ് ദേ സഫേർഡ് നോ ഡാമേജ്. എൻഷുർ എന്നാൽ ഉറപ്പുവരുത്തുക എന്നുള്ള അർത്ഥമാണ്. ഡാമേജ് എന്നാൽ കേടുപാട്. ആ സമ്മാനങ്ങൾക്ക് കേടുപാട് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും അവരോട് ആവശ്യപ്പെട്ടിരുന്നു. The king was particularly fond of a set of pictures that were used for huge bouquets of flowers. Particularly എന്നാൽ മുഖ്യമായി, പ്രത്യേകിച്ച്, ഇതൊക്കെയാണ് അർത്ഥം. ഫോണ്ട് ഓഫ് എന്നാൽ വളരെ നന്നായിട്ട് ഇഷ്ടമുണ്ടായിരിക്കുക എന്നുള്ള അർത്ഥം. പിക്ചർ എന്നാൽ ഭരണി എന്നാണ് അർത്ഥം. പിക്ചേഴ്സ്, ഭരണികൾ. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്നാൽ പൂച്ചെണ്ടുകൾ എന്നുള്ള അർത്ഥമാണ്. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്നാൽ പൂച്ചെണ്ടുകൾ. ഹ്യൂജ് എന്നാൽ വലിയ. രാജാവിന് പ്രത്യേകിച്ചും വളരെ ഇഷ്ടമായിരുന്നു വലിയ പൂച്ചെണ്ടുകൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു കൂട്ടം ഭരണികളോട്. വൺ ഓഫ് ദ അറ്റൻഡൻസ് വാസ് ക്യാരിയിങ് എ പിക്ചർ കെയർഫുള്ളി ടു ഇറ്റ്സ് പ്ലേസ്. വൺ ഓഫ് ദ അറ്റൻഡൻസ്, പരിചാരകരിൽ ഒരു പരിചാരകൻ. വാസ് ക്യാരിയിങ്, അദ്ദേഹം അത് വഹിച്ചു കൊണ്ടുപോകുകയായിരുന്നു. എ പിക്ചർ, ഒരു ഭരണി. കെയർഫുള്ളി, വളരെ ശ്രദ്ധയോടെ. ടു ഇറ്റ്സ് പ്ലേസ്, അതിൻ്റെ സ്ഥലത്തേക്ക്. ആ ഭരണി ആ പൂച്ചെണ്ടുകൾ അടങ്ങിയിട്ടുള്ള ഭരണി വയ്ക്കുന്ന സ്ഥലത്തേക്ക് ആ പരിചാരകരിൽ ഒരു പരിചാരകൻ വളരെ ശ്രദ്ധയോടെ കൊണ്ടുപോകുകയായിരുന്നു. സഡൻലി എ കിറ്റൺ കെയിം റണ്ണിങ് ആൻഡ് ഡാഷ്ഡ് അഗെയിൻസ്റ്റ് ദ അറ്റൻഡൻസ് ലെഗ്. സഡൻലി, പെട്ടെന്ന്. എ കിറ്റൺ കെയിം റണ്ണിങ്. കിറ്റൺ എന്നാൽ പൂച്ചക്കുട്ടി എന്നാണ് അർത്ഥം. ഒരു പൂച്ചക്കുട്ടി ഓടി വന്നു. ആൻഡ് ഡാഷ്ഡ്, ഡാഷ് എന്നാൽ കൂട്ടിമുട്ടുക എന്നാണ് അർത്ഥം. ഇവിടെ അർത്ഥം കൂട്ടിമുട്ടുക എന്നാണ്. ഡാഷ്ഡ്, കൂട്ടിമുട്ടി. എഗെയിൻസ്റ്റ് ദ അറ്റൻഡൻസ് ലെഗ്. എഗെയിൻസ്റ്റ് എന്നാൽ എതിരായിട്ട്. ദ അറ്റൻഡൻസ് ലെഗ് ആ പരിചാരകൻ്റെ കാലിന് എതിരായിട്ട് ആ പൂച്ചക്കുട്ടി ഓടി വന്ന് കൂട്ടിമുട്ടി. ഹീ ലോസ്റ്റ് ഹിസ് ബാലൻസ് ആൻഡ് ഫെൽ. അദ്ദേഹത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വീണു. ഫെൽ എന്നാൽ വീണു. ലോസ്റ്റ് എന്നാൽ നഷ്ടപ്പെട്ടു. ദ പിക്ചർ ഹാഡ് സ്മാഷ്ഡ് ഇൻ ടു ബിറ്റ്സ്. ബിറ്റ്സ് എന്നാൽ ഇവിടെ അർത്ഥം കഷണങ്ങൾ എന്നുള്ള അർത്ഥമാണ്.
ആ ഭരണി ഉടഞ്ഞ് കഷണങ്ങളായിട്ടുണ്ടായിരുന്നു. ദ അറ്റൻഡൻറ്റ് സാറ്റപ്പ് ടെറിഫൈഡ്. ടെറിഫൈ എന്നാൽ ഭയപ്പെടുക. ടെറിഫൈഡ് ഭയപ്പെട്ടു. എന്താണ്? ആ അറ്റൻഡൻറ്റ് പരിചാരകൻ ഇരുന്നു. സാറ്റപ്പ് എന്നാൽ ഇരുന്നു. പീപ്പിൾ ഹാഡ് ഹേർഡ് ദ നോയ്സ് ആൻഡ് റെസ്റ്റ് ടു. പീപ്പിൾ ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഹാഡ് ഹേർഡ് കേട്ടിട്ടുണ്ടായിരുന്നു. ഹിയർ എന്നാൽ കേൾക്കുക. ഹേർഡ് അതിൻ്റെ രണ്ടാമത്തെ രൂപം ഹേർഡ്, മൂന്നാമത്തെ രൂപവും ഹേർഡ് എന്നാണ്. പീപ്പിൾ ഹാഡ് ഹേർഡ് ആളുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. ദ നോയ്സ് ശബ്ദം, ആൻഡ് റെസ്റ്റ് ടുവേർഡ്സ് ഇറ്റ് എന്താണ്? ആ ശബ്ദം കേട്ട് എന്താണ്? റെസ്റ്റ് എന്നാൽ തിടുക്കത്തിൽ എന്നുള്ള അർത്ഥം. തിടുക്കത്തിൽ എത്തിച്ചേർന്നു. എന്താണ്? ടുവേർഡ്സ് ഇറ്റ് അല്ലെങ്കിൽ അതിലേക്ക്, ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ആളുകൾ പോയി എന്നുള്ള അർത്ഥമാണ്. പെട്ടെന്ന് പോയി എന്നുള്ള അർത്ഥം. ടുവേർഡ്സ് എന്നാൽ നേർക്ക്, സമീപത്തേക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ലക്ഷ്യമാക്കിയിട്ട്. ദ കിങ് ഓൾസോ കെയിം ആൻഡ് സോ വൺ ഓഫ് ഹിസ് പ്രഷ്യസ് പിക്ചേഴ്സ് ഇൻ പീസസ്. ദ കിങ് ഓൾസോ കെയിം രാജാവും വന്നു. ആൻഡ് സോ അങ്ങനെ രാജാവ് വന്നു, അദ്ദേഹവും കണ്ടു. സോ എന്നാൽ കണ്ടു. വൺ ഓഫ് ഹിസ് എന്താണ്? പ്രഷ്യസ് പിക്ചേഴ്സ് അദ്ദേഹത്തിൻ്റെ. പ്രഷ്യസ് എന്നാൽ വിലയേറിയ, അമൂല്യമായ എന്നൊക്കെയാണ് അർത്ഥം. വൺ ഓഫ് ഹിസ് പ്രഷ്യസ് പിക്ചേഴ്സ് അദ്ദേഹത്തിൻ്റെ എന്താണ്? വിലയേറിയ അമൂല്യമായിട്ടുള്ള ഭരണികളിൽ ഒരു ഭരണി ഇൻ പീസസ് എന്താണ്? കഷ്ണങ്ങളായിട്ടുണ്ട്. അത് രാജാവ് വന്ന് കണ്ടു. ഹി വാസ് വെരി ആംഗ്രി ആൻഡ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ എനി എക്സ്പ്ലനേഷൻ. ഹി വാസ് വെരി ആംഗ്രി അദ്ദേഹം നന്നായിട്ട് ദേഷ്യപ്പെട്ടു. രാജാവ്. എക്സ്പ്ലനേഷൻ എന്നാൽ വിശദീകരണം. വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ. വെയിറ്റിംഗ് എന്നാൽ കാത്തിരിക്കാതെ. ആൻഡ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ എനി എക്സ്പ്ലനേഷൻ ഒരു വിശദീകരണത്തിനും കാത്തിരിക്കാതെ. ഹി ഓർഡേർഡ് ദാറ്റ് ദ അറ്റൻഡൻറ്റ് ബി എക്സിക്യൂട്ടഡ്. ഹി ഓർഡേർഡ് അദ്ദേഹം, രാജാവ് ഉത്തരവിട്ടു. എക്സിക്യൂട്ട് എന്നാൽ വധശിക്ഷ നടപ്പാക്കുക എന്നാണ് അർത്ഥം. ആ പരിചാരകനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി രാജാവ് ഉത്തരവിട്ടു. ഹി വുഡ് ലിസൺ ടു നോ പ്ലീ ഫോർ മേഴ്സി. പ്ലീ എന്നാൽ പ്രതിയുടെ വാദം, അതല്ലെങ്കിൽ അഭ്യർത്ഥന, അപേക്ഷ, ഇതൊക്കെയാണ് അർത്ഥം. മേഴ്സി എന്നാൽ കാരുണ്യം, അലിവ്, ആർദ്രത, ദയ, ഇതൊക്കെയാണ് അർത്ഥം. രാജാവ് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടും അദ്ദേഹത്തോട് ദയ കാണിച്ചില്ല. ദ ഗാർഡ്സ് പുട്ട് ഹിം ഇൻ ടു ദ പ്രിസൺ. ദ ഗാർഡ്സ് കാവൽക്കാർ, പുട്ട് എന്നാൽ ഇട്ടു, ഹിം അദ്ദേഹത്തെ, ഇൻ ടു ദ പ്രിസൺ. പ്രിസൺ എന്നാൽ ജയില്, കാരാഗ്രഹം, ഇതൊക്കെയാണ് അർത്ഥം. കാവൽക്കാർ അദ്ദേഹത്തെ തടവറയിലേക്കിട്ടു. വൺ ഓഫ് ദ അറ്റൻഡൻസ് റാൻ ടു ദ വൈസ് മിനിസ്റ്റർ ടു ടെൽ ഹിം ദ ന്യൂസ് ആൻഡ് ടു ആസ്ക് ഫോർ ഹിസ് ഹെൽപ്പ്. വൺ ഓഫ് ദ അറ്റൻഡൻസ് പരിചാരകരിൽ ഒരു പരിചാരകൻ, റാൻ ഓടി, ടു ദ വൈസ് മിനിസ്റ്റർ ബുദ്ധിമാനായ മന്ത്രിയുടെ അടുത്ത്, ടു ടെൽ ഹിം അദ്ദേഹത്തോട് പറയാൻ, ദ ന്യൂസ് ഈ വാർത്ത അദ്ദേഹത്തോട് പറയാൻ വേണ്ടിയിട്ട് പരിചാരകരിൽ ഒരു പരിചാരകൻ മന്ത്രിയുടെ അടുത്തേക്ക് ഓടി. ആൻഡ് ടു ആസ്ക് ഫോർ ഹിസ് ഹെൽപ്പ് അദ്ദേഹത്തോട് സഹായം ആവശ്യപ്പെടാൻ വേണ്ടി. ദ വൈസ് മിനിസ്റ്റർ ലിസൺഡ് ടു ദ ഹോൾ മാറ്റർ. ദ വൈസ് മിനിസ്റ്റർ ബുദ്ധിമാനായ മന്ത്രി, ലിസൺഡ് ശ്രദ്ധിച്ചു അല്ലെങ്കിൽ കേട്ടു, ടു ദ ഹോൾ മാറ്റർ ആ എല്ലാ കാര്യവും മുഴുവനായിട്ടും അദ്ദേഹം കേട്ടു. മാറ്റർ എന്നാൽ കാര്യം, ഹോൾ എന്നാൽ മുഴുവനായിട്ടും. ആൻഡ് ദെൻ ഡിസൈഡഡ് ടു സേവ് ദ ലൈഫ് ഓഫ് ദ പുവർ അറ്റൻഡൻറ്റ്. ആൻഡ് ദെൻ കേട്ടതിന് ശേഷം, ഡിസൈഡഡ് തീരുമാനിച്ചു, ടു സേവ് രക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു, ദ ലൈഫ് ഓഫ് ദ പുവർ അറ്റൻഡൻറ്റ് ആ പാവപ്പെട്ട പരിചാരകൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മന്ത്രി തീരുമാനിച്ചു. ദാറ്റ് നൈറ്റ് ദ വൈസ് മിനിസ്റ്റർ വെൻറ്റ് ടു ദ പ്രിസൺ വേർ ദ അറ്റൻഡൻറ്റ് വാസ് കെപ്റ്റ്. ദാറ്റ് നൈറ്റ് അന്ന് രാത്രി, ദ വൈസ് മിനിസ്റ്റർ ബുദ്ധിമാനായ മന്ത്രി, വെൻറ്റ് ടു ദ പ്രിസൺ. പ്രിസൺ എന്നാൽ ജയിൽ, തടവ്, തുറുങ്ക്, ഇതൊക്കെയാണ് അർത്ഥം. തടവറ. വെൻറ്റ് എന്നാൽ പോയി. എന്താണ്? അന്ന് ദിവസം രാത്രി ആ ബുദ്ധിമാനായ മന്ത്രി ആ കാരാഗ്രഹത്തിലേക്ക് പോയി. വേർ ദ അറ്റൻഡൻറ്റ് വാസ് കെപ്റ്റ്
വേർ എന്നതിന് എവിടെയാണോ അവിടെ എന്നുള്ള അർത്ഥമാണ്. അറ്റൻഡൻറ്റ് വാസ് കെപ്റ്റ്, ആ പരിചാരകനെ തടവറയിലിട്ടിട്ടുള്ള ആ സ്ഥലം എവിടെയാണോ അവിടേക്ക് മന്ത്രി അന്ന് ദിവസം രാത്രി പോയി. ആൻഡ് സ്പോക്ക് ടു ഹിം ക്വയറ്റ്ലി. സ്പോക്ക് എന്നാൽ സംസാരിച്ചു. സ്പീക്ക് എന്നതിൻ്റെ രണ്ടാമത്തെ രൂപമാണ് സ്പോക്ക്. സ്പീക്ക് സംസാരിക്കുക, സ്പോക്ക് സംസാരിച്ചു. ടു ഹിം അദ്ദേഹത്തോട്, ആ പരിചാരകനോട്. ക്വയറ്റ്ലി എന്നാൽ നിശബ്ദമായി, മൗനമായി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഒതുക്കത്തിൽ, ഇതൊക്കെയാണ് അർത്ഥം. വളരെ സൗമ്യമായിട്ട് ചെറിയ ശബ്ദത്തോടെ മന്ത്രി അദ്ദേഹത്തോട് ദ ഫെലോ എന്നതിനർത്ഥം മനുഷ്യൻ, വ്യക്തി, ഇതൊക്കെയാണ് അർത്ഥം. അതായത് ആ പരിചാരകൻ. ഹു അദ്ദേഹം, ഹാഡ് ബീൻ ക്രൈങ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ടിൽ ദെൻ അതുവരെ, മന്ത്രി അവിടേക്ക് എത്തുന്നതുവരെ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വൈപ്പ് ഹിസ് ടിയേഴ്സ് എന്നാൽ കണ്ണുനീര്. വൈപ്പ് എന്നാൽ തുടയ്ക്കുക. വൈപ്ഡ് തുടയിച്ചു. ഹിസ് ടിയേഴ്സ് അദ്ദേഹത്തിൻ്റെ കണ്ണുനീര്. ആൻഡ് നോഡഡ് ഹിസ് ഹെഡ് അദ്ദേഹം തലയാട്ടി. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അദ്ദേഹം തലയാട്ടി. ഹു ഹാഡ് ബീൻ ക്രൈങ് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ടിൽ ദെൻ എന്നാൽ അതുവരെ. ഹി സ്റ്റിൽ ലുക്ക്ഡ് എ ലിറ്റിൽ ഫ്രൈറ്റൻഡ് എന്നാൽ ഭയപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. സ്റ്റിൽ എന്നാൽ എങ്കിലും, അപ്പോഴും, ഇതൊക്കെയാണ് അർത്ഥം. അപ്പോഴും അദ്ദേഹത്തെ അല്പം ഭയമുള്ളവനായിട്ട് കാണപ്പെട്ടു. ബട്ട് ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് ഹി ഹാഡ് ബീൻ കംഫർട്ടഡ് ബൈ വാട്ട് ദ മിനിസ്റ്റർ ടോൾഡ് ഹിം. പക്ഷേ ഇറ്റ് വാസ് ക്ലിയർ അത് വ്യക്തമായിരുന്നു. ദാറ്റ് ഹി ഹാഡ് ബീൻ കംഫർട്ടഡ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. വാട്ട് ദ മിനിസ്റ്റർ ടോൾഡ് ഹിം മന്ത്രി അദ്ദേഹത്തോട് എന്താണോ പറഞ്ഞത് അത്. മന്ത്രി പറഞ്ഞ കാര്യം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. ദ നെക്സ്റ്റ് മോർണിംഗ് ദ അറ്റൻഡൻറ്റ് വാസ് ലെഡ് ടു ദ ഗ്യാലോസ്. ദ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ. ദ അറ്റൻഡൻറ്റ് വാസ് ലെഡ് ടു ദ ഗ്യാലോസ്. ലീഡ് എന്നതിൻ്റെ പാസ്റ്റാണ് ലെഡ്. ലീഡ് എന്നാൽ ഇവിടെ കൊണ്ടുപോകുക എന്നുള്ള അർത്ഥമാണ്. ദ അറ്റൻഡൻറ്റ് ആ പരിചാരകനെ വാസ് ലെഡ് അദ്ദേഹത്തെ കൊണ്ടുപോയി. വാസ് ലെഡ് എന്നാൽ കൊണ്ടുപോയി. ടു ദ ഗ്യാലോസ് എന്നാൽ തൂക്കുമരം എന്നുള്ള അർത്ഥമാണ്. ആ പരിചാരകനെ അടുത്ത ദിവസം രാവിലെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയി. ബിഫോർ ബീയിങ് എക്സിക്യൂട്ട് എന്നാൽ വധിക്കുക, വധശിക്ഷ നടപ്പാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ബിഫോർ ബീയിങ് എക്സിക്യൂട്ടഡ് വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ്. ഹി വാസ് ആസ്ക്ഡ് അദ്ദേഹത്തോട് ചോദിച്ചു. വാട്ട് ഹിസ് ലാസ്റ്റ് വിഷ് വാസ്. വിഷ് എന്നാൽ അഭിലാഷം, ആഗ്രഹം, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്തായിരുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ്. ഹി സെഡ് ഹി വിഷ്ഡ് ടു സീ ഓൾ ദ പിക്ചേഴ്സ് ഇൻ ദ സെറ്റ്. അദ്ദേഹം പറഞ്ഞു എല്ലാ ഭരണികളും ഒരുമിച്ച് കാണാൻ ആഗ്രഹമുണ്ട്. ദ കിങ് ഹു വാസ് അറ്റൻഡിങ് ദ എക്സിക്യൂഷൻ വിത്ത് ഹിസ് കോട്ട് വാസ് സർപ്രൈസ്ഡ്. ദ കിങ് രാജാവ്. ഹു വാസ് അറ്റൻഡിങ് ഇവിടെ അറ്റൻഡ് എന്നതിന് പങ്കുകൊള്ളുക, ശ്രദ്ധിക്കുക, സംബന്ധിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എക്സിക്യൂഷൻ എന്നാൽ വധശിക്ഷ. കോർട്ട് എന്നാൽ കോടതി. വാസ് സർപ്രൈസ്ഡ് എന്നാൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് കാണാൻ വന്ന രാജാവ് ആശ്ചര്യപ്പെട്ടു. ബട്ട് ഹി അലൗഡ് ഓൾ ദ പിക്ചേഴ്സ് ടു ബി ബ്രോട്ട് ആൻഡ് പ്ലേസ്ഡ് നിയർ ദ കണ്ടംപ്ഡ് മാൻ. പക്ഷേ ഹി അലൗഡ് അദ്ദേഹം അനുവദിച്ചു. ഓൾ ദ പിക്ചേഴ്സ് ടു ബി ബ്രോട്ട് എല്ലാ ഭരണികളും കൊണ്ടുവരാൻ. ആൻഡ് പ്ലേസ്ഡ് വച്ചു. എല്ലാ ഭരണികളും കൊണ്ടുവരാൻ രാജാവ് സമ്മതിച്ചു, അനുവദിച്ചു. ആൻഡ് പ്ലേസ്ഡ് അങ്ങനെ അത് കൊണ്ടുവന്നു. പ്ലേസ്ഡ് വച്ചു. നിയർ ദ കണ്ടംപ്ഡ് മാൻ. നിയർ എന്നാൽ അടുത്തായിട്ട്. കണ്ടംപ്ഡ് എന്നാൽ കുറ്റം ചുമത്തപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. കുറ്റം ചുമത്തപ്പെട്ട ആ പുരുഷൻ. മാൻ എന്നാൽ പുരുഷൻ. അദ്ദേഹത്തിൻ്റെ
അടുത്തേക്ക് എന്താണ് ആ എല്ലാ ഭരണികളും കൊണ്ടുവരപ്പെട്ടു. ബിഫോർ എനിവൺ കുഡ് ഡു എനിത്തിങ് ദ അറ്റൻഡൻറ്റ് റീച്ച്ഡ് ഔട്ട് ആൻഡ് സ്മാഷ്ഡ് ഓൾ ദ പിക്ചേഴ്സ്. ബിഫോർ എനിവൺ കുഡ് ഡു എനിത്തിങ്, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പായിട്ട് ദ അറ്റൻഡൻറ്റ് ആ പരിചാരകൻ റീച്ച്ഡ് ഔട്ട് എത്തിച്ചേർന്നു ആൻഡ് സ്മാഷ്ഡ്. സ്മാഷ് എന്നാൽ തകർക്കുക എന്നുള്ള അർത്ഥമാണ്, ഉടയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എന്താണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പായിട്ട് ആ പരിചാരകൻ എത്തിച്ചേർന്നു, എന്നിട്ട് അദ്ദേഹം ഉടയിച്ചു ഓൾ ദ പിക്ചേഴ്സ് എല്ലാ ഭരണികളും. ദ കിങ് സ്ക്രീംഡ് ഇൻ ഫ്യൂരി ഹൗ ഡയർ യു. ദ കിങ് രാജാവ്, സ്ക്രീം എന്ന് വെച്ചാൽ അലറുക, സ്ക്രീംഡ് അലറി, ഇൻ ഫ്യൂരി, ഫ്യൂരി എന്നാൽ ഉഗ്രകോപം, ഉഗ്രകോപത്താൽ രാജാവ് അലറി. ഹൗ ഡയർ യു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു. യു ആർ ബീയിങ് എക്സിക്യൂട്ടഡ് ഫോർ ബ്രേക്കിംഗ് വൺ പിക്ചർ. യു ആർ ബീയിങ് എക്സിക്യൂട്ടഡ്, നിന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണ്. ഫോർ ബ്രേക്കിംഗ് വൺ പിക്ചർ, ഒരു ഭരണി പൊട്ടിച്ചതിന്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് എനി റിമോസ്. റിമോസ് എന്നാൽ മനോവേദന, പശ്ചാത്താപം, ഇതൊക്കെയാണ് അർത്ഥം. ഇൻസ്റ്റെഡ് ഓഫ് എന്നാൽ പകരമായിട്ട്, മനോവേദന തോന്നുന്നതിന് പകരമായിട്ട്. യു ഹാവ് സ്മാഷ്ഡ് ഓൾ ഓഫ് ദം, അവകൾ എല്ലാം നീ തകർത്തു. പശ്ചാത്താപിക്കുന്നതിന് പകരമായിട്ട് നീ അവകളെല്ലാം തകർത്തു. ഓൾ ഓഫ് ദം എന്നാൽ അവകളെല്ലാം, സ്മാഷ്ഡ് എന്നാൽ തകർത്തു. വൈ ഡോണ്ട് യു ലവ് യുവർ ലൈഫ്, നീ എന്തുകൊണ്ട് നിന്റെ ജീവനെ നീ ഇഷ്ടപ്പെട്ടു. ദ അറ്റൻഡൻറ്റ് ബൗഡ് ലോ ആൻഡ് സെഡ് ഹംബ്ലി. ദ അറ്റൻഡൻറ്റ് ആ പരിചാരകൻ, ബൗഡ് ലോ താഴേക്ക് കുനി, ആൻഡ് സെഡ് താഴ്മയോടെ പറഞ്ഞു. ഹംബ്ലി എന്നാൽ താഴ്മയോടെ, വിനീതമായി, ഇതൊക്കെയാണ് അർത്ഥം. സെഡ് എന്നാൽ യുവർ മാജസ്റ്റി, രാജാവിനെ ബഹുമാനിച്ച് വിളിക്കുകയാണ് മാജസ്റ്റി. ഐ ആം ഓൺലി എൻ അറ്റൻഡൻറ്റ്, ഞാൻ ഒരു പരിചാരകൻ മാത്രമാണ്. ആൻഡ് ഐ ആം ഗോയിങ് ടു ഡൈ ഫോർ ബ്രേക്കിംഗ് വൺ പിക്ചർ, ഒരു ഭരണി പൊട്ടിച്ചതിന് ഞാൻ മരണപ്പെടാൻ പോകുകയാണ്. ഐ ആം ഗോയിങ് ടു ഡൈ, ഞാൻ മരണപ്പെടാൻ പോകുകയാണ്. ഫോർ ബ്രേക്കിംഗ് വൺ പിക്ചർ, ഒരു ഭരണി പൊട്ടിച്ചതിന്. ഐ ആം ജസ്റ്റ് ട്രൈയിങ് ടു സേവ് മൈ ബ്രദർ അറ്റൻഡൻസ്, എൻ്റെ സഹോദരന്മാരായിട്ടുള്ള പരിചാരകരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ഐ ആം ജസ്റ്റ് ട്രൈയിങ് എന്നാൽ ഞാൻ ശ്രമിക്കുകയാണ്. ടു സേവ് രക്ഷപ്പെടുത്താൻ, മൈ ബ്രദേഴ്സ് അറ്റൻഡൻറ്റ് എൻ്റെ സഹോദരന്മാരായിട്ടുള്ള പരിചാരകരെ. ഐ വിൽ ഡൈ, ഞാൻ മരണപ്പെടും. ബട്ട് നൗ നൺ ഓഫ് ദം വിൽ ഹാവ് ടു ഡൈ, പക്ഷേ അവരിൽ ഒരാൾക്കും ഇപ്പോൾ മരണപ്പെടേണ്ടി വരില്ല. വിൽ ഹാവ് ടു ഡൈ എന്നാൽ മരണപ്പെടേണ്ടി വരും എന്നുള്ള അർത്ഥമാണ്. നൺ എന്നുള്ളതൊരു നെഗറ്റീവാണ്, അതുകൊണ്ടാണ് ആർക്കും മരണപ്പെടേണ്ടി വരികയില്ല എന്നുള്ള അർത്ഥം ഉണ്ടാകാൻ കാരണം. ഇഫ് ഹി ബ്രേക്സ് എ പിക്ചർ, അവൻ ഒരു ഭരണി പൊട്ടിച്ചാൽ. ഒരു ഭരണി പൊട്ടിച്ചതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്കും മരണപ്പെടേണ്ടി വരികയില്ല. ഹി എന്നുള്ളത് ഏതെങ്കിലും ഒരു പരിചാരകൻ എന്നുള്ള അർത്ഥത്തിലാണ്. ദ കിങ് റിയലൈസ്ഡ് ദ ഇൻജസ്റ്റിസ് ഓഫ് വാട്ട് ഹി വാസ് എബൌട്ട് ടു ഡു. ദ കിങ് റിയലൈസ്ഡ്, രാജാവിന് ബോധ്യമായി. ദ ഇൻജസ്റ്റിസ് ഓഫ് വാട്ട് ഹി വാസ് എബൌട്ട് ടു ഡു. ഇൻജസ്റ്റിസ് എന്നാൽ അനീതി, വാസ് എബൌട്ട് ടു ഡു എന്നാൽ ചെയ്യാൻ പോകുകയായിരുന്ന എന്നുള്ള അർത്ഥമാണ്. എന്തൊരു അനീതിയാണ് അദ്ദേഹം ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ആൻഡ് സ്റ്റോപ്പ് ദ എക്സിക്യൂഷൻ, ആ വധശിക്ഷ നിർത്തലാക്കുകയും ചെയ്തു. ദ കിങ് സെഡ് ടു ദ മിനിസ്റ്റർ, രാജാവ് മന്ത്രിയോട് പറഞ്ഞു. ഡിയർ എന്താണ്, മന്ത്രിയെ രാജാവ് സ്നേഹത്തോടെ വിളിക്കുകയാണ്. യു ഹാവ് സേവ്ഡ് മീ, നീ എന്നെ രക്ഷപ്പെടുത്തി. ടുഡേ ഇന്ന്, ഫ്രം ക്ലെയിമിങ് ആൻ ഇന്നസെൻറ്റ് ലൈഫ്. ഇന്നസെൻ്റ് എന്നാൽ നിഷ്കളങ്കൻ, നിരപരാധി. ക്ലെയിം എന്നതിന് ഇവിടെ അർത്ഥം കവരുക എന്നുള്ള അർത്ഥമാണ്.
രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഒരു നിരപരാധിയുടെ ജീവൻ കവരുന്നതിൽ നിന്നും നീ ഇന്ന് എന്നെ രക്ഷപ്പെടുത്തി.